പാണ്ഡവർ മാധവനെയും കൂട്ടി ഗാണ്ഡവ വനത്തിലേക്ക് പോയി. അവിടെ അവർ പർണകുടീരം കെട്ടി താമസിക്കും. ഒരു പരാക്രമിയായ രാജാവിൻ്റെ 5 സൽപുത്രന്മാർ ഒരു കൊടുങ്കാട്ടിൽ താമസിക്കുവാൻ പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് വിഷമം തോന്നി. പക്ഷേ ഞാനൊരു സ്ത്രീയാണ്. എന്ത് സംഭവിച്ചാലും അത് മൂകമായി കാണുക എന്നതിലുപരി ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? തൻ്റെ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്യുവാൻ മാത്രമേ അവർക്ക് കഴിയൂ. ഞാൻ അംഗരാജാവിനോട് ഷോണൻ്റെ വിവാഹത്തെപ്പറ്റി പല പ്രകാരത്തിൽ പറഞ്ഞു. ഒരു തവണ പൗർണമി നാളിൽ അദ്ദേഹം തൻ്റെ സൈന്യത്തോടൊപ്പം ഷോണനെയും കൂട്ടി വധുവിനെ കണ്ടുപിടിക്കുവാനായി കുലിന്ദ ദേശത്തേക്ക് പോയി. എൻ്റെ മനസ്സ് ശാന്തമായി. ഏത് ദിശയിലൂടെയാണോ അദ്ദേഹം പോകുന്നത് അവിടം തീർച്ചയായും തൻ്റെ അധീനതയിലാക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 1 മാസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. അവരോടൊപ്പം കുലിന്ദ രാജ്യത്തിലെ സുന്ദരിയായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലെത്തിയപ്പോൾ ഞാൻ അവൾക്ക് ആരതി ഒഴിഞ്ഞു. എൻ്റെ ഒരേ ഒരു ഭർത്തൃ സഹോദരൻ്റെ ഭാര്യയാകേണ്ടവളാണ് അവൾ. അവളുടെ ദേഹകാന്തി ആകാശത്തിലെ മിന്നൽ പിറ പോലെ തേജസ്സുറ്റതായിരുന്നു. വലിയ വലിയ കണ്ണുകൾ, സുന്ദരമായ മുഖം അംഗരാജാവിൻ്റേതുപോലെ വൃത്താകൃതിയായിരുന്നു. അവളുടെ പേർ മേഘമാല എന്നായിരുന്നു. രാജാകൊട്ടാരത്തിനടുത്ത് മനോഹരമായൊരു മണ്ഡപം ഉണ്ടാക്കി അതിൽ മേഘമാലയുടെയും ഷോണിൻ്റെയും വിവാഹം നടന്നു. അവരുടെ വിവാഹത്തിൽ എനിക്ക് വളരെയധികം ആനന്ദം കിട്ടി. കാരണം ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ മോചിതയായി. വിവാഹത്തിന് ശേഷം തൊഴാൻ വേണ്ടി ഷോണൻ വധുവിനോടൊപ്പം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, മേഘങ്ങളുടെ മാലയാണ് ഇന്ന് നിന്റെ കഴുത്തിൽ പതിഞ്ഞിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കുക. നിന്റെ ലോകത്തിൻ്റെ മഴവില്ലിൻ്റെ നിറങ്ങൾ ഇനിയും പൂക്കും. അദ്ദേഹം പരിചിതമായ സഹഭാവത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠൻ 2 വിവാഹം ചെയ്തതുപോലെ ഞാനും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചു ചേട്ടത്തിയമ്മേ. പക്ഷെ ഞങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞാനും സുപ്രയും മേഘമാലയും അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിച്ചു. ഞങ്ങളെ കാണുമ്പോൾ അവർ സന്തോഷത്തോടെ പറയും, മക്കളെ, ഇപ്പോൾ ഈശ്വരൻ ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. സുഖത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള മാർഗം അടുത്താണെങ്കിൽ എത്ര നന്നായിരുന്നു. കർണൻ അംഗരാജാവായി. അവൻ്റെ വിവാഹം കഴിഞ്ഞു. ഷോണിനെ ചതുർഭുജനായി. എന്നെ പോലുള്ള ഒരു സാരഥിക്ക് ഇതിലും വലിയൊരു സുഖത്തെപ്പറ്റി സങ്കല്പിക്കുവാൻ കഴിയുമോ? എന്നെ നുള്ളിക്കൊണ്ട് സുപ്രിയ അദ്ദേഹത്തോട് പറയും, പക്ഷേ അച്ഛാ, പേരക്കുട്ടിയുടെ മുഖം കാണാതെ സ്വർഗത്തിൽ പ്രവേശനം കിട്ടില്ല എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതേ സുപ്രിയെ, അങ്ങനെയൊരു മോഹം ബാക്കിയുണ്ട്. വൃഷാലി വേഗം തങ്ങളുടെ ആ ആഗ്രഹം സഫലീകരിക്കും. അല്ലേ വൃഷാലി? അദ്ദേഹം എന്നോട് ചോദിക്കും. എൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുമക്കും. ഞാൻ സുപ്രിയയുടെ നേരെ കൃത്രിമ ദേഷ്യത്തോടെ നോക്കും. അവൾ മുഖം തിരിച്ച് കുടുകൂടെ ചിരിക്കും. സുധാമാനു ശേഷം പല വർഷങ്ങളായി ഞങ്ങളുടെ കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങളുടെ കെഞ്ചൽ കേട്ടിട്ടില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എനിക്കിരിക്കുവാനും എഴുന്നേൽക്കുവാനും മറ്റു വിഷമം തോന്നി തുടങ്ങി. തൽപ്പത്തിൽ കിടക്കുമ്പോൾ കണ്ണിലൂടെ പ്രാണം പോകുന്നത് പോലെ തോന്നി. കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചതുകൊണ്ട് അമ്മയും സത്യസേനൻ ജ്യേഷ്ഠനും വളരെ സ്നേഹത്തോടെയാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾ ഹസ്തിനാപുരത്തിലെത്തിയ ദിവസം അമ്മയും എന്നേക്കുമായി പോയി. ഞാനും അംഗരാജാവും പ്രയാഗിൽ വെച്ചാണ് ആദ്യമായി കണ്ടത്. അതിനുള്ള കാരണം ഒരു കുതിരയും ഒരു കുടവും. ഞാൻ എപ്പോഴും ആ കുതിരയുടെ മനസ്സിൽ നന്ദി പറയും. അവനാണ് എനിക്ക് ജന്മാന്തരമുള്ള സുഹൃത്തിനെ തന്നത്. പരാക്രമിയും സുന്ദരനും അഹങ്കാരമില്ലാത്തവനും സ്നേഹശീലനും. അദ്ദേഹത്തോടൊപ്പം ജീവിതം തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വസന്തം കടന്നു വന്നു. മാതൃത്വം പ്രകൃതിയിൽ നിന്ന് സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയ വരവുമാണ്. പരാക്രമത്തിൻ്റെ മാതൃത്വം പുരുഷൻ്റെ കയ്യിലാണ്. എന്നാൽ മാതൃത്വത്തിൻ്റെ പരാക്രമം സ്ത്രീക്ക് മാത്രമേ അറിയൂ. മറ്റെല്ലാ ആനന്ദത്തിനും അതിലുണ്ട്. എന്നാൽ മാതൃത്വത്തിൻ്റെ ആനന്ദം ബ്രഹ്മാനന്ദമാണ്. എന്തെന്നാൽ അത് സൃഷ്ടിയുടെ അതുല്യമായ ആനന്ദമാണ്. പക്ഷേ ആ ആനന്ദം എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അതിനായി സ്ത്രീക്ക് മരണതുല്യനായ പ്രസവവേദന സഹിക്കേണ്ടി വരും. പ്രസവവേദനയുടെ ചൂളയിൽ തപിച്ച് ശുദ്ധമാകുന്നതാണ് മാതൃത്വമാകുന്ന സ്വർണം. അപ്പോൾ മാത്രമേ സ്ത്രീക്ക് അതിൽ അഭിമാനം തോന്നുകയുള്ളൂ. ഒരു ദിവസം ഞാൻ പ്രസവവേദന കൊണ്ട് പുളയുവാൻ തുടങ്ങി. ആരോ ബാണങ്ങളുടെ 1000 ഗുണങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുഴുവൻ നിർദ്ധയമായി കുത്തുന്നത് പോലെ ഞാൻ എല്ലാ യാതനകളും ധൈര്യത്തോടെ സഹിച്ചു. പുത്രൻ്റെ ജീവന് വേണ്ടി ഞാൻ അതെല്ലാം സഹിക്കണം. ജീവൻ, എല്ലാവർക്കും മധുരവും സ്പർഹണീയവുമായി തോന്നുന്ന ജീവൻ എത്ര കഷ്ടപൂർണമായ മാർഗങ്ങളിലൂടെയാണ് സകലകാല വ്യവസ്ഥയിലെത്തുന്നത്.
മാതാവിൻ്റെ പ്രസവവേദനയുടെ നിശ്വാസത്തിലൂടെയാണ് ജനിക്കുവാൻ പോകുന്ന ശിശു ജീവൻ്റെ ഹുങ്കുമായി ഉയരുന്നത്. മാതൃത്വം ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. വേദനമയവും എന്നാൽ അത്ര തന്നെ ആനന്ദദായകവും, ഭീതിദായകവും എന്നാൽ ആശയദായകവും. ഞാൻ പ്രസവിച്ചു. അത്തിപ്പഴത്തിൻ്റെ നിറമുള്ള ഒരു ആൺകുട്ടി പറഞ്ഞു. എൻ്റെ ശരീരം ശൂന്യമാകുകയും മനസ്സ് വാത്സ്യം കൊണ്ട് നിറയുകയും ചെയ്തു. ഞാൻ അമ്മയായി. എല്ലാ അവയവങ്ങളുടെയും ശക്തി നഷ്ടമായതുകൊണ്ട് ശരീരം ശാന്തമായിരുന്നു. എന്നിട്ടും വളരെ ഉത്സാഹത്തോടുകൂടി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. ആയയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് ഞാൻ മാറോട് ചേർത്തു. അവൻ മഹാരാജാവിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അവന് കാതിൽ കർണൻ്റേതുപോലെ കുണ്ടലങ്ങളില്ലായിരുന്നു. അവൻ്റെ ശരീരത്തിലെ ചർമ്മം അഭേദ്യമാണോ എന്നും അറിയില്ല. എനിക്ക് ആശ്ചര്യം തോന്നി. രാജമാതാവ് കുന്തി ദേവിയുടെ അനുമാനം ശരിയായിരുന്നു. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടപ്പോൾ കൊട്ടാരത്തിന് പുറത്തു നിന്നിരുന്ന മഹാരാജാവും ശോണനും സുപ്രിയും മേഘമാലയും സത്യസേനൻ ജ്യേഷ്ഠനും അകത്തേക്ക് വന്നു. വന്നയുടൻ കർണൻ താല്പര്യത്തോടുകൂടി എൻ്റെ കൈകളിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി. വളരെ ഉത്കണ്ഠയോടുകൂടി അദ്ദേഹം അവൻ്റെ കാതുകളിലേക്ക് നോക്കി. അവന് കുണ്ടലങ്ങൾ ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കി. അവൻ്റെ കോമളവും മനോഹരവുമായ ചെറുവിരലിൽ അദ്ദേഹം സൂചി കൊണ്ട് മെല്ലെ കുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ചെറുവിരലിൽ രക്തത്തുള്ളികൾ പൊടിഞ്ഞു. ഇത് കണ്ട് അദ്ദേഹം പെട്ടെന്ന് ഗൗരവം കൊണ്ടു. അദ്ദേഹത്തിൻ്റെ നീണ്ട ശരീരം വിറച്ചു. കുഞ്ഞിനെ ധാത്രിയുടെ കയ്യിൽ തിരിച്ചു കൊടുത്ത് അദ്ദേഹം അനുജൻ്റെ അടുത്തേക്ക് പോയി. ഷോണിൻ്റെ തോളിൽ പിടിച്ച് ശക്തിപൂർവ്വം കുലുക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഷോണ, നീ എൻ്റെ സ്വന്തം സഹോദരനാണ്, എന്നിട്ടും നിനക്ക് കവചകുണ്ടലങ്ങളില്ല. ഇതെൻ്റെ പുത്രനാണ്, എന്നിട്ടും അവന് കവചകുണ്ടലങ്ങളില്ല. എന്തുകൊണ്ട്? ഞാൻ ആരാണ്? ഞാൻ ആരാണെന്ന് നിങ്ങളാരും എന്നോട് പറയാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തുടർന്നു. സുദാമൻ ജനിച്ച സമയത്തും എനിക്ക് വിഷമം തോന്നിയത്. പക്ഷെ അടുത്ത പുത്രന് കവചകുണ്ടലങ്ങൾ ഉണ്ടാവുമെന്ന ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു. ഇന്ന് ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും നിരാശനായി. എൻ്റെ പുത്രന്മാർക്കൊന്നും കവചകുണ്ടലങ്ങളും ഉണ്ടാവില്ലേ? ഷോണൻ മൂകനായി സ്തബ്ധനായി നിന്നു. സമീപത്തിരുന്ന് അമ്മയോട് വ്യാകുലതയോടെ അംഗരാജാവ് ചോദിച്ചു, അമ്മേ, നിങ്ങളുടെ ഈ പൗത്രന് കവചകുണ്ടലങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവരും ഉത്തമനെന്ന് പറഞ്ഞില്ലല്ലോ. അവസാനം അദ്ദേഹം അതേ ആവേശത്തോടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ക്ഷീണതയാണെന്ന കാര്യം പോലും മറന്ന് എൻ്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, വൃഷാലി, നീയെങ്കിലും പറയും, ഞാൻ ആരാണ്? ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ ആരാണ്? ഇത്രയേറെ പരിഭ്രമിക്കുന്നത് എന്തിനാണ്? അങ്ങ് രാധമ്മയുടെ പുത്രനാണ്, സാക്ഷാൽ രാധേയൻ. ഷോണൻ്റെ ജ്യേഷ്ഠനാണ്, ഈ കുഞ്ഞിൻ്റെ പിതാവാണ്, അങ്ങ് അംഗരാജാവാണ്. ഞാൻ സാവധാനത്തിൽ മറുപടി പറഞ്ഞു, അല്ല വൃഷാലി, കാര്യം അതല്ല. ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആരും ഒരിക്കലും അത് എന്നോട് പറയുന്നുമില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് വേഗത്തിൽ പോയി. എൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ പേരിടൽ കർമ്മം കഴിഞ്ഞു. എല്ലാവരും അവന് വേണ്ടി പല നല്ല പേരുകളും കണ്ടുവച്ചിരുന്നു. എന്നാൽ ഞാൻ അവന് വൃഷസേനൻ എന്ന് പേരിടുവാൻ ആഗ്രഹിച്ചു. വൃഷസേനൻ എന്നതോടെ എനിക്ക് മാനസികമായ ഉല്ലാസം തോന്നി. അവൻ നിരന്തരമായി കൈകാലുകൾ ഇളക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പേടി തോന്നി. വീടും സന്താനവും, ഇതാണ് സ്ത്രീയുടെ ജീവിതം. അതിലാണ് അവളുടെ മനസ്സ് രമിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പുത്രനായ സുധാമൻ ദ്രൗപദിയുടെ സ്വയംവരത്തിൽ അകാരണമായി പ്രാണം പിടിക്കും. അവൻ്റെ ഓർമ്മ പലപ്പോഴും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എങ്കിലും അവനെ മറക്കുക തന്നെ വേണം. സുപ്രിയും മേഘമാലയും വൃഷസേനനെ നിമിഷനേരം പോലും മഴയിൽ നിന്ന് താഴെ ഇറക്കിയില്ല. വൃഷു വൃഷു എന്ന് വിളിച്ചുകൊണ്ട് അവർ അവനെ വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കും. അപ്പോൾ എൻ്റെ സർവ്വാംഗങ്ങളിലും സന്തോഷത്തിൻ്റെ 1000 മയൂരങ്ങൾ പീലി വിടുന്നത് പോലെ എനിക്ക് തോന്നും. സുധാമൻ തന്നെ വേറൊരു രൂപം ധരിച്ച് എൻ്റെ ഉദരത്തിൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ ഓരോ കലയിലായി വരുന്നതുപോലെ അവൻ എല്ലാവരുടെയും സ്നേഹഛായയിൽ വളർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ അംഗസൗഷ്ഠവും എല്ലാവരെയും ആകർഷിച്ചു. അവർ കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എപ്പോഴും എനിക്ക് തോന്നും. വൃഷസേനനെ കാണുന്നതിനു വേണ്ടി മഹാറാണി ഭാനുമതിയും യുവരാജ്ഞി ദുഷളാദേവിയും വന്നു. മഹാറാണിയെ ഞാൻ ആദ്യമായി കാണുകയാണ്. അവരുടെ സ്വഭാവം വളരെ രസകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവർ ആഭിജാത്യക്കാരിയായി തോന്നി. എന്നെ കണ്ടപ്പോൾ അവർ അർത്ഥം വെച്ച് പറഞ്ഞു, ഞാൻ കാണുവാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യയെ കൊണ്ടുവന്നു തന്നു, അതുകൊണ്ട്. ഞാനങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മറിച്ച് സുപ്രിയ എൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരി, പക്ഷേ നാളെ അവൾക്കും കുട്ടികളുണ്ടാവും. അപ്പോഴും ഈ ബന്ധം ഇങ്ങനെ തന്നെ നിലനിർന്നുകൊള്ളണമെന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അംഗരാജാവിൻ്റെ പത്നിമാരാണ്.
ഞങ്ങളുടെ ആഗ്രഹത്തേക്കാൾ അംഗരാജാവിൻ്റെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൂടുതൽ, ഞാൻ പറഞ്ഞു. അംഗരാജ്ഞി വൃഷാലി ഭാവി അംഗരാജാവിൻ്റേതല്ല, സാക്ഷാൽ പരമേശ്വരൻ്റെ ആഗ്രഹത്തിന് പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്, അവൾ പറഞ്ഞു. അവർ നീരസത്തോടെ എന്നെ തർക്കിക്കുവാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ മിണ്ടാതിരുന്നു. അവർ വന്ന കാര്യം നടന്നില്ല. വൃഷസേനെ അവർ നോക്കിയത് പോലുമില്ല. യുവരാജ്ഞി ദുഷളാദേവി അവനെ മടിയിലെത്തി വെച്ച് അവൻ്റെ 2 കാതുകളിലും വീണ്ടും വീണ്ടും പരിശോധിച്ചു. അവൻ്റെ ചുരുണ്ട മുടിയിൽ അവർ വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു. ഞാൻ സന്തോഷത്തിൻ്റെ ഉച്ചയിലായിരുന്നു. എന്നാലും ഇടയ്ക്കിടെ രാജമാതാവ് കുന്തിദേവിയെ ഓർമ്മ വന്നു. അതുകൊണ്ട് അവരെപ്പറ്റി എന്തറിവ് കിട്ടിയാലും എനിക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ സത്യസേനൻ ജ്യേഷ്ഠനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പാണ്ഡവരുടെ കഴിവിൽ ആശ്ചര്യം തോന്നി. വെറും 6 മാസം കൊണ്ട് ആ ശക്തിശാലികളായ 5 വീരന്മാരും ഖാണ്ഡവവനം എന്ന കൊടുങ്കാട് വെട്ടിത്തെളിച്ചു. വനത്തിലെ അമ്പര ചുംബികളായ മരങ്ങൾ നിലംപരിശാക്കി. എപ്പോൾ തോളിൽ ഗതയുമായി നടക്കുന്ന യുവരാജാവ് ഭീമൻ പ്രഭാതത്തിൽ തോളിൽ മഴയുമായി കാട്ടിലേക്ക് പോയാൽ 1 യോജന ചുറ്റിലുള്ള ചെറുതും വലുതുമായ എല്ലാ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും നശിപ്പിച്ചേ അടങ്ങും. 5 പേരിൽ ഒരാളെ അമ്മയുടെ പാഞ്ചാലിയുടെയും രക്ഷയ്ക്കായി നിർത്തിയിട്ട് മറ്റ് 4 പേരും പ്രഭാതത്തിൽ തന്നെ 4 ദിക്കുകളിലേക്ക് പോയി ജോലി തുടങ്ങും. ആയിരക്കണക്കിന് വർഷങ്ങളായി സൂര്യപ്രകാശം തട്ടാതിരുന്ന ഭൂമി അവരുടെ പരിശ്രമഫലമായി വെളിച്ചം കിട്ടി പവിത്രമായി. ഖാണ്ഡവവനം സമതല ഭൂമിയുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. 1 വർഷം കൊണ്ട് ഖാണ്ഡവവനം സമതല ഭൂമിയായി മാറി. അതിനുശേഷം പെട്ടെന്ന് തന്നെ മധുരയിൽ നിന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ച ശില്പികളുടെ സഹായത്താലെ കാട്ടിലെ മരങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ കൊട്ടാരം നിർമ്മിക്കുവാൻ ആരംഭിച്ചു. ആ കൊട്ടാരത്തിനു വേണ്ടി ഭാരമുള്ള കല്ലുകൾ ഭീമൻ തോളിൽ ചുമന്നു. അഭിമാനികളായ 5 രാജപുത്രന്മാരും ആരുടെയും ഭിക്ഷയിൽ ജീവിക്കുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നു. മധുരയിലെ സമർത്ഥരായ ശില്പികൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന വിശാലമായ രാജകൊട്ടാരം ദിനംപ്രതി ആകാശത്തിന് ശിരസ്സുയർത്തി നിലകൊണ്ടു. കാട്ടുകുതിരകളെ പിടിച്ച് നകുലൻ പരിശീലിപ്പിച്ചു. മരപ്പൊങ്ങം കൊണ്ടുള്ള ഒരു വളയത്തിനുള്ളിൽ ആയിരക്കണക്കിന് കുതിരകളെ അദ്ദേഹം ബന്ധിച്ചു. പാണ്ഡവരുടെ ക്രമത്തിലുള്ള ഔന്നത്യത്തെപ്പറ്റി ഹസ്തിനാപുരിയിൽ ആർക്കും അറിവുണ്ടായിരുന്നില്ല. എൻ്റെ ആഗ്രഹപ്രകാരം ജ്യേഷ്ഠൻ സത്യസേനൻ ഇടയ്ക്കിടെ ഖാണ്ഡവവനത്തിൽ പോയി എല്ലാ വിവരങ്ങളും അറിഞ്ഞ് എനിക്ക് പറഞ്ഞു തരും. ഇതിനെപ്പറ്റിയൊന്നും മഹാരാജാവ് ദുര്യോധനന്റെ കാതുകളിൽ എത്തരുതെന്ന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം ഓർമ്മിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കോപം പാണ്ഡവരെ പിന്തുടർന്ന് അവിടെയും എത്തിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. രാജമാതാവ് കുന്തിദേവിയുടെ ആശീർവാദത്തിന് നിഴലിൽ പാണ്ഡവർ സുഖമായി കഴിയുന്നുവെന്ന് എനിക്ക് തോന്നി. ദിനരാത്രങ്ങളാകുന്ന ചകോരപക്ഷിയുടെ യുവങ്ങൾ ഹർഷലോഭത്തോടെ ഒന്നിനു പിറകെ മറ്റൊന്നായി പറന്നുപോയിക്കൊണ്ടേയിരുന്നു. വൃഷസേനന് 2 വയസ്സായതുപോലും അറിഞ്ഞില്ല. അവന് ഓടിയളക്കുവാൻ രാജകൊട്ടാരത്തെ സ്ഥലം കുറവായെന്ന് തോന്നി. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് മഹാരാജാവിൻ്റെ മടിയിൽ കയറും. അദ്ദേഹം അവനെ എടുത്ത് വളരെ സമയം അവൻ്റെ ശിരസിൽ മുകർന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠങ്ങളായ കൈകളിൽ നിന്ന് വലിയ കണ്ണുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാതിൽ താളത്തിലിളകുന്ന കുണ്ടലങ്ങളിലേക്ക് നിമിഷമേഴനായി നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ എന്തു തോന്നിയെന്നറിയില്ല. 2 കൈകൾ കൊണ്ടും കുണ്ടലത്തിൽ തട്ടിക്കൊണ്ട് അവൻ പറയും, താ താ എന്ന്. എൻ്റെ നേരെ നോക്കിക്കൊണ്ടും അദ്ദേഹം അവനോട് പറയും, വൃഷു, നിനക്ക് ഈ കുണ്ടലങ്ങൾ ഇഷ്ടമായെങ്കിലും നിനക്കത് ഞാൻ തരില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ സുന്ദരമായി തോന്നും. എന്നാൽ ഇതിനു വേണ്ടി ഞാൻ എത്രമാത്രം മനോവിഷമം അനുഭവിച്ചുവെന്ന് നിന്നോടെങ്ങനെ പറയും? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായും സ്വീകരിച്ചു എന്ന ഭാവത്തിൽ അവൻ കയ്യിൽ നിന്ന് കുണ്ടലം വിട്ട് എൻ്റെ നേരെ കൈകൾ നീട്ടും. ഞാൻ അവനെ എടുത്തുകൊണ്ട് പറയും, 2 വയസ്സ് പോലും ആയിട്ടില്ല, എങ്കിലും അങ്ങയുടെ വാക്കുകൾ ഇപ്പോഴേ മനസ്സിലാക്കുവാൻ തുടങ്ങി. വലുതാവുമ്പോൾ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുകയില്ല. അതെങ്ങനെ വൃഷാലി? അവൻ കർണൻ്റെ പുത്രനാണ്. സ്വന്തം അമ്മയെ അവൻ ഒരിക്കലും മറക്കില്ല, അദ്ദേഹം അഭിമാനത്തോടെ പറയും. വൃഷസേനൻ തൻ്റെ ആഗമനത്തിലൂടെ രാജകൊട്ടാരത്തിലെ ശബ്ദമുഹൂർത്തിക്കാൻ നിശ്ചയിച്ചതുപോലെ തോന്നി. അവൻ്റെ ശുഭസൂചകരമായ ജനത്തിനു ശേഷം രാജകൊട്ടാരം അനേകം കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകൾ കൊണ്ട് നിറഞ്ഞു. വൃഷസേനന് 2 വയസ്സാകുന്നതിന് മുമ്പ് മഹാറാണി ഭാനുമതിക്ക് ഒരു പുത്രൻ പിറന്നു. അവന് ലക്ഷ്മണൻ എന്ന് പേരിട്ടു. അവൻ്റെ പേരിടൽ കർമ്മം ആഘോഷപൂർവ്വം നടന്നു. അത് സ്വാഭാവികമായിരുന്നു, കാരണം അവൻ കൗരവരുടെ ഭാവി രാജാവാണ്, ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പൗത്രൻ. ലക്ഷ്മണൻ ജനിച്ച് 1 മാസത്തിന് ശേഷം സുപ്രിയയ്ക്ക് ഒരു പുത്രൻ പിറന്നു. അവൻ ചിത്രലിഖിതം പോലെ സുന്ദരനായിരുന്നു. അതുകൊണ്ട് അവന് ചിത്രസേനൻ എന്ന് പേരിട്ടു. ചിത്രസേനൻ ജനിച്ചപ്പോൾ മഹാരാജാവിനേക്കാൾ വിവശയായി ഞാൻ സുപ്രിയയുടെ ഭവനത്തിലെത്തി. അവളുടെ ശൈലിയിൽ കിടന്ന ശിശുവിൻ്റെ നേരെ ഞാൻ ഉത്കണ്ഠയോടെ നോക്കി. പക്ഷെ അവനും കുണ്ടലമില്ലായിരുന്നു. മഹാരാജാവിൻ്റെ സന്താനങ്ങൾക്കൊന്നും കവചകുണ്ടലങ്ങളുള്ളതെന്ന് ദൈവാനുഗ്രഹം കിട്ടില്ല എന്ന് തീർച്ചയായി. അതിനാൽ അദ്ദേഹം അധികം ഗൗരവം പൂണ്ടു. വാസ്തവത്തിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ അദ്ദേഹം ദിവസം മുഴുവൻ ഗംഗയിലെ ജലത്തിൽ നിന്ന് സൂര്യന് അർഘ്യം അർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് വിഷമിച്ചു. എൻ്റെ ഭർത്താവ് സമർത്ഥനും സുന്ദരനും സദ്ഗുണസമ്പന്നനുമാണ്. ഏതൊരു സ്ത്രീയും തൻ്റെ സർവസ്വവും അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ സമർപ്പിക്കും.
അത്ര അദ്വിതീയനാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഴം ആരും അളന്നില്ല. ഞാൻ സദാസമയം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നിട്ട് ചിലപ്പോൾ ഒരു പുരുഷൻ്റെ നിഴലില്ല ഏതോ തേജോവലയത്തിൽ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയുവാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. മുമ്പൊരിക്കൽ യുവരാജ്ഞി ദുഷളാദേവി എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. അതിനെപ്പറ്റി അറിയുവാനായി അദ്ദേഹം എന്നെ വളരെയധികം നിർബന്ധിച്ചു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. ആ ചോദ്യം അല്പം അശ്ലീലമായിരുന്നു. നിങ്ങളുടെ ഏകാന്ത സംഗമത്തിൽ ഭർത്താവിൻ്റെ അഭേദ്യ കവചം മൂലം എന്തെങ്കിലും തടസ്സമുണ്ടാകാറുണ്ടോ? ദുഷളാദേവി ചോദിച്ച ഈ ചോദ്യം ഞാൻ എങ്ങനെ എൻ്റെ പതിദേവനോട് പറയും? അതെ, തുടരും.